ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ് UAE ടു ഖത്തർ റോഡ് ട്രിപ്പിൻ്റെ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചെക്കൗട്ടൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് പോകുന്ന വഴിക്കാണ് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ സൗദി ബോർഡറിലാണ് പോകേണ്ടത്. അപ്പോൾ ഞാനൊരു ഏകദേശം റൂട്ട് പറഞ്ഞു തരാം നമ്മൾ പോകുന്ന. അപ്പോൾ ഇപ്പോൾ നമ്മൾ അബുദാബിയിൽ നിന്ന് ഗുവൈഫത്ത് UAE സൗദി ബോർഡറിലാട്ടോ പോകുന്നത്. എറൗണ്ട് ഒരു 350 കിലോമീറ്ററൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ പോകുമ്പോഴും പെട്രോൾ ഫുൾ ടാങ്ക് ആക്കിയിട്ട് പോകാൻ ശ്രദ്ധിക്കണം. ബിക്കോസ് പോകുന്ന വഴിക്കൊന്നും അധികം പെട്രോൾ പമ്പ് ഇല്ല. അപ്പോൾ നമ്മൾ സൗദി ബോർഡറിൽ നിന്നുള്ള പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗുവൈഫത്ത് ടു സെൽവ റോഡ് പോവും. സെൽവ റോഡ് മീൻസ് സൗദി ഖത്തർ ബോർഡറാണ്. അതൊരു ഏകദേശം 200 കിലോമീറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സെൽവ ടു ദോഹ ഏകദേശം ഒരു 100 കിലോമീറ്ററേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ ഖത്തർ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനി ഇമിഗ്രേഷനും കസ്റ്റംസും അതേപോലെ വിസ ചെക്കിങ്, വെഹിക്കിൾ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് അതിനൊക്കെ പ്രിപ്പയർ ആയിട്ട് വേണം പോകാൻ. കൂടുതലും നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കുകയാണ് നല്ലത്. മോർണിംഗ് നേരത്തെ ഇറങ്ങിയാൽ നമുക്ക് അത്രയും പെട്ടെന്ന് എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് നമുക്ക് ഖത്തറിൽ എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളും ഇമിഗ്രേഷൻ്റെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അധികം ഡിലേ ആയിട്ടില്ല. നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദോഹയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൗദി ടു ദോഹ അധികം ഷോപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ബിസ്ക്കറ്റും അതേപോലെ ചിപ്സും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ കസിൻ്റെ റൂമിലോട്ടാട്ടോ പോകുന്നത്. അവിടെ നിന്നായിരുന്നു നമുക്ക് ലഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ വന്നിട്ടുണ്ട്. സ്ട്രാറ്റോ ഹോട്ടൽ സംതിങ് അങ്ങനെ എന്തായിരുന്നു നെയിം. അപ്പോൾ നമ്മൾ അവിടെ എത്തി ഒന്ന് ഫ്രഷായി നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. പിന്നെ ആസ് യൂഷ്വൽ എനിക്കുള്ള കൺഫ്യൂഷൻ ഏത് ഷാളാണ് മാച്ച് എന്നുള്ളത്. അപ്പം കുറേ നേരം അതൊക്കെ നോക്കി. പിന്നെ ഈവനിങ് ആയപ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. നല്ല ഭംഗിയായിട്ടോ ഇവിടുത്തെ നൈറ്റ് വ്യൂ. ബിൽഡിങ്സ് ആണെങ്കിലും റോഡാണെങ്കിലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നതിന് ഒരു പാർക്കിലോട്ടാണ്. എനിക്ക് കറക്റ്റ് നെയിം അറിയില്ല. പിന്നെ വീഡിയോസൊക്കെ കുറച്ച് മിക്സ് ആയിട്ടുണ്ട്. ഇത് കുറേ മുമ്പ് പോയതാണ്. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഞാൻ പോയി കഴിഞ്ഞ് ചിലപ്പോൾ 1 മന്തോ 2 മന്തോ കഴിഞ്ഞിട്ടാവും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പാർക്കിലും അതേപോലെ ഇവിടെ എന്തോ ഒരു സംഭവം, ഇതിൻ്റെ പേരും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്കാണ് ഫസ്റ്റ് പോയത്. പിന്നെ ഖത്താര കൾച്ചർ വില്ലേജ് അവിടേക്കാണ് കേട്ടോ പോയത്. അവിടെ എന്തോ മ്യൂസിക് ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് നേരം കണ്ട് അവിടെ ഇരുന്ന്. പിന്നീട് നമ്മൾ പോയത് ക്രിസ്റ്റൽ വാക്ക് ഓൺ ജുവാൻ ഐലൻഡ് എന്നുള്ളൊരു പ്ലേസിലാണ്. ഇവിടെ പറഞ്ഞാൽ എയർ കണ്ടീഷണർ, അതും ഔട്ട്ഡോർ എയർ കണ്ടീഷൻഡ് ഏരിയ ആണ്. അതേപോലെ ക്രിസ്റ്റൽ ഫ്ലോറിംഗ് ഒക്കെ ഉണ്ട്. ഒരു നൈസായിട്ടുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ. അറൗണ്ട് 450 എത്രയേ ഉള്ളൂ ഇതിൻ്റെ വാക്ക് വേ വരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നമ്മൾ നാളെ കറക്റ്റായിട്ട് നേരത്തെ ഇറങ്ങിയിട്ട് ബാക്കി പ്ലേസൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് നേരെ റൂമിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.